ആളുകൾക്ക് ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സ തേടി. 5 വയസ്സിൽ താഴെയുള്ള 25 കുട്ടികൾക്കും രോഗബാധ. ഫ്ളാറ്റിൽ വിതരണം ചെയ്ത കുടിവെള്ളത്തിൽ ബാക്ടീരിയയുടെ സാന്നിധ്യമുള്ളതായി സംശയം. ആരോഗ്യവകുപ്പ് വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഉടലെടുത്തിരിക്കുന്നത് കാക്കനാട് DLF ഫ്ളാറ്റിൽ. എന്താണ് നിലവിലെ അവിടുത്തെ സാഹചര്യം? എപ്പോൾ മുതലാണ് ഈ അസ്വസ്ഥതകളും മറ്റു പ്രശ്നങ്ങളും അവിടെ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയത്? ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്താണ്? സഹിത, ഇന്നലെയായിരുന്നു കാക്കനാട് DLF ഫ്ളാറ്റിൽ താമസിക്കുന്ന 300ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റത്. വെള്ളത്തിലൂടെയാണ് ഇവർക്ക് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഏറ്റതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. അളവിൽ കൂടുതൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് അതിൽ കൂടുതൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി അവിടെ പരിശോധന നടത്തുകയും ചെയ്തു. മാത്രമല്ല, ഫ്ളാറ്റിലേക്കുള്ള കുടിവെള്ള സ്രോതസ്സുകളെല്ലാം തന്നെ പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ടാങ്കറിലൂടെ എത്തുന്ന വെള്ളം മാത്രമാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതും. 300-ലധികം പേർക്ക് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഏറ്റു. അതിൽ തന്നെ 5 വയസ്സിൽ താഴെയുള്ള 25ഓളം കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ട്. ഇവർക്ക് ഛർദിയും വയറിളക്കവും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവരും തന്നെ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങി മടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. എന്തായാലും ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്തയുണ്ട്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെള്ളത്തിലൂടെയുള്ള ഭക്ഷ്യവിഷബാധയാണ് ഏറ്റിരിക്കുന്നത്. അത് ഗുരുതരമാകുന്നതിന് മുൻപ് തന്നെ ആളുകളെല്ലാം പോയി മരുന്ന് വാങ്ങിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ചികിത്സ തേടിയത് കൊണ്ടാണ് മറ്റ് അപകടങ്ങളിലേക്കൊന്നും പോകാത്തത്. പക്ഷേ ഏത് വഴിയാണ് ഈ ഭക്ഷ്യവിഷബാധ, എങ്ങനെയാണ് അവിടെ എത്തിയത് എന്നറിയാനായി ആരോഗ്യവിഭാഗം ഉദ്യോഗസ്ഥർ കാര്യമായി തന്നെ പരിശോധന നടത്തുന്നുണ്ട്. സംഗീത. ശരി സഹിൻ, കാക്കനാട് DLF ഫ്ളാറ്റിൽ താമസിക്കുന്ന 300ഓളം ആളുകൾക്ക് ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയാണ്. ഫ്ളാറ്റിൽ വിതരണം ചെയ്ത കുടിവെള്ളത്തിൽ ബാക്ടീരിയയുടെ സാന്നിധ്യമുള്ളതായാണ് സംശയിക്കുന്നത്. ആരോഗ്യവകുപ്പ് വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. സഹിനാണ് വിവരങ്ങൾ നൽകിയത്.